നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ നാള് നല്ലപോലെ സൈക്കിൾ എടുക്കണ്ടല്ലോ, എന്റെ സൈക്കിളും കൂടി ഒന്ന് കഴുകി തരുക. ഓ നമുക്ക് അവിടുന്ന് കഴുകി വൃത്തിയിൽ പണിക്ക് തരിക. പക്ഷെ അതെ എന്റെ സൈക്കിൾ തരടാ, അമ്മക്ക് ഗുളിക ഓടിക്കാനാടാ. അതെ ഒന്നും വിചാരിക്കുന്നുട്ടോ, കുട്ടികളെ പോലെ നോക്കണത് തരാൻ പറ്റില്ല കേട്ടോ. എന്താ ചെയ്യാ, എന്തൊക്കെയാ പ്രശ്നം? ഞാനേ ഗുളിക ഓടിക്കാൻ പോവാണേ, ഉമ്മാക്ക് ഗുളിക ഓടിക്കാൻ പോവാ. ഉമ്മാക്ക് തീരെ സുഖമില്ല. ഞാൻ ആ ചേട്ടനോട് സൈക്കിൾ ഒന്ന് ചോദിച്ചു, ആൾക്ക് ഇഷ്ടമല്ല സൈക്കിൾ തരാൻ. അല്ല എൻ്റെ ഉമ്മാക്ക് ഒരാഴ്ചയായിട്ട് തീരെ സുഖമില്ല. അപ്പോൾ ഡോക്ടറത്തൊക്കെ പോയി. അപ്പോൾ ഗുളിക കഴിഞ്ഞിരിക്കണു. അപ്പോൾ ഗുളിക മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നടക്കാനും ഉണ്ടല്ലോ. നിങ്ങളെന്താ ഇവിടെ നിൽക്കണേ? ഒരാൾ വരാറുണ്ടേ, അപ്പോൾ അയാളെ വെയിറ്റ് ചെയ്യുക. അയാളാണെങ്കിൽ അരമണിക്കൂർ കഴിയും വരാം. അപ്പോൾ അതുവരെ അവിടെ വെക്കാം. അല്ല, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? ലൈസൻസൊക്കെ ഉണ്ടോ? ലൈസൻസും ഉണ്ട്, വണ്ടിയൊക്കെ ഓടിക്കും. കുടുംബത്ത് വണ്ടി ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. അതെ. ഇപ്പോൾ തൽക്കാലം സൈക്കിൾ കിട്ടിയാലും മതി. ആ പിന്നെ എന്നാൽ ഈ വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഉമ്മാക്ക് ഗുളിക വാങ്ങിയിട്ട് വരും. ഞാൻ ഒരു അരമണിക്കൂർ കൂടെ ഉണ്ടാവും. ഞാൻ ചെയ്യും. എന്താ ചങ്ങായി കാട്ടി? ആ ചങ്ങായിക്ക് വണ്ടി കൊടുത്തോ? എന്ത് പണി നിങ്ങൾ കാട്ടി? എന്തേ? എന്നോടേ ആള് സൈക്കിൾ ചോദിച്ചു. സൈക്കിൾ കൊടുത്ത ആള് കേട്ടിട്ടില്ലേ? എന്നിട്ട് അങ്ങനെ സ്കൂട്ടി കൊടുത്ത്. അയാളെ ഉമ്മാക്ക് മരുന്ന് വാങ്ങാനത്ര. നിൻ്റെ ഉമ്മാക്ക് ഇതേപോലെ ഒരു മണിക്കൂർ മരുന്ന് കൊണ്ടുവരാൻ വൈകിയോണ്ടാണ് നിൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ. അപ്പം അതുകൊണ്ട് നാളെ മേലാക്കും വേറൊരാൾക്കും അങ്ങനെ ഉണ്ടാവരുത് വെച്ചിട്ടാണ് ഞാൻ ആ വണ്ടി കൊടുത്തത്. അങ്ങനെ ഉണ്ടല്ലേ?